ഏപ്രിൽ 25-നാണ് ഈ ബ്രഹ്മദാസിന്റെ ഭാര്യ മരണപ്പെടുന്നത്. ഈ കേന്ദ്രത്തിന്റെ ഈ സ്ഥാപനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ ഭാര്യയുടെ മേലായിരുന്നു. അവർ മരണപ്പെട്ടതിന് ശേഷം ഈ ബ്രഹ്മദാസ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും പിന്നീട് ഇയാളാണ് ഈ സ്ഥാപനം നോക്കി നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പരാതിക്കാരിൽ ഒരു വയോധിക 10 ദിവസമായിട്ടേയുള്ള ആ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് ഈ തനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ ക്രൂരതകൾ, മർദ്ദനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു എന്ന് പറയുന്ന വയോധിക ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ എത്തിപ്പെട്ടതാണ്. അവരാണ് പറയുന്നത് ഈ അടുത്തിടയ്ക്കാണ്, അതായത് അവർ മരണപ്പെട്ടതിന് ശേഷമാണ് ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഈ ഭാര്യ മരിച്ചതിന് ശേഷം ഇയാൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പിന്നീട് ഇയാളുടെ നടത്തിപ്പിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വയോധിക കൂടിയുണ്ട്. അവർ തീരെ പ്രായമായ, തീരെ അവശത നേരിടുന്ന ഒരു സ്ത്രീയാണ്. എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഇത്തരത്തിൽ പീഡനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജനപ്രതിനിധി പറഞ്ഞതുപോലെ അവിടെ ജീവനക്കാരിയായിട്ടൊരു വനിതയുണ്ട്. അവർ 3-4 ദിവസമായിട്ടേ ഉള്ളൂ ആ സ്ഥാപനത്തിലേക്ക് വന്നിട്ട്. അവരോടും അശ്ലീല ചെവിയോട് സംസാരിക്കുകയും മോശമായിട്ട് പെരുമാറുകയും ഇയാൾ ചെയ്തു എന്നുള്ളത് അവർ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ രാവിലെ വരികയും 5 മണിയാകുമ്പോൾ പോവുകയും ചെയ്യും. പിന്നീട് രാത്രി സമയം അവിടെ ആരുമില്ല എന്നുള്ളതാണ്. ഇയാളുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ്. ഇയാൾ രാത്രി സമയങ്ങളിൽ ആ സ്ഥാപനത്തിലേക്ക് എത്തുന്നു. രാത്രിയാണ് ഇയാൾ ഇത്രയും ക്രൂരമായിട്ട് അവരെ പീഡിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മദ്യം നൽകിയാണ് പലപ്പോഴും ഇത്തരത്തിൽ ക്രൂരമായിട്ട് ആക്രമിക്കുന്നത്, മർദ്ദിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. മദ്യം നൽകുമ്പോൾ വേണ്ട എന്ന് പറയുകയും അതിൽ പ്രകോപിതനായാണ് പിന്നീട് ഇവരെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത് എന്നുള്ളത് പറയുന്നു. അത് 70-ഉം 72-ഉം വയസ്സുള്ള 2 അമ്മമാരെയാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ട് അവർ ഉപദ്രവിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് സൂര്യ, അതാണ് നമുക്ക് ഏറ്റവും സങ്കടകരം.